ഏർലി മോർണിംഗ് ട്രെക്ക് ചെയ്യുന്നത് വേറൊരു ഫീലാണ്. കാട്ടിൽ കയറി ആ തണുത്ത കാറ്റൊക്കെ അടിക്കുമ്പം എവിടെ നിന്നാണെന്നറിയില്ല, ഒരു പ്രത്യേക എനർജി വരും. അതിൻ്റെ ഒപ്പം കാടിൻ്റെ ആംബിയൻസും ബേർഡ്സിൻ്റെ സൗണ്ടും കൂടി ആകുമ്പം നമുക്ക് ആകെ മൊത്തം ഒരു പോസിറ്റീവ് വൈബ് തോന്നും. ഇന്നത്തെ വീഡിയോ പറമ്പിക്കുളത്തെ ചെറിയൊരു ട്രെക്കിംഗ് വീഡിയോ ആണ്. ആക്ച്വലി ഈ ഒരു ട്രെക്ക് ഞങ്ങൾ കുറച്ച് മുൻപ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ട്രെക്കിംഗ് വീഡിയോ മറ്റേതെങ്കിലും ട്രെക്കിങ്ങിൻ്റെ ഒപ്പം ക്ലബ് ചെയ്തിടാന്നാണ് ആദ്യം വിചാരിച്ചത്. നിങ്ങൾ പറമ്പിക്കുളത്ത് ഹണിക്കോംബ് എന്ന് പറഞ്ഞ സ്റ്റേയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബേർഡ് വാച്ചിങ് ട്രെയിൽ നിങ്ങളും പോയിട്ടുണ്ടാവും. ഈ ഒരു ട്രെക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രെക്കാണ്, പ്രത്യേകിച്ച് നമ്മൾ ഏർലി മോർണിംഗിൽ ചെയ്യുന്നത് കൊണ്ട്. ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. നിങ്ങൾ ഏർലി മോർണിംഗ് ഫോറസ്റ്റ് ട്രെക്കിംഗ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പൊതുവെ രാവിലെ എണീക്കാൻ വലിയ താല്പര്യപ്പെടുന്ന ആളൊന്നുമല്ല. എന്നാലും ട്രെക്ക് ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര നേരത്തെ വേണമെങ്കിലും എണീക്കും. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, നമ്മൾ നേച്ചറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം ഏർലി മോർണിംഗ് ആണ്. നിങ്ങളിത് ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ തോന്നും. കാടുണരുന്ന കാഴ്ചകൾ കാണാൻ ഏറ്റവും നല്ല സമയമാണിത്. പക്ഷെ നമുക്കങ്ങനെ ഏർലി മോർണിംഗ് ഒന്നും ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറി ട്രെക്ക് ചെയ്യാൻ പറ്റില്ല. വെളിച്ചം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഫോറസ്റ്റിൽ ട്രെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ ചൂട് വെക്കുമ്പോഴും നമ്മൾ പ്രകൃതിയുടെ ഓരോ റിതം തിരിച്ചറിയാൻ തുടങ്ങും. കുറച്ചു നേരം നമ്മൾ കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെ നടന്ന് ഇപ്പം നമ്മളൊരു റോഡ് സൈഡിലെത്തി. ഈ ഒരു റോഡ് ഇവിടെയുള്ളൊരു ടണലിലേക്കാണ് പോകുന്നത്. നമ്മളിന്ന് ടണലിലേക്കല്ല കേട്ടോ പോകുന്നത്, നമ്മുടെ ട്രെക്കിംഗ് റൂട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ്. നമ്മളിവിടുന്ന് മെയിൻ റോഡിലേക്കാണ് പോകുന്നത്. അങ്ങനെ കുറച്ചു ദൂരം ഈ റോഡിലൂടെ നടന്നപ്പോൾ ഒരു മരത്തേല് 2 മലയണ്ണാനെ കണ്ടു. മലയണ്ണാന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയും ബിഹേവിയറിനെ പറ്റിയൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോസിൽ കുറേ പറഞ്ഞിട്ടുണ്ട്. 2 എണ്ണത്തിനെ നമ്മൾ കാണാറുണ്ടെങ്കിലും 2 പേരും തമ്മിലുള്ള ഇതുപോലെയുള്ള ബിഹേവിയർ ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവയുടെ കമ്മ്യൂണിക്കേഷനൊന്നും നമുക്കങ്ങനെ കാണാൻ സാധിക്കാറില്ല. അതിൻ്റെ ഒരു കാരണം, ഇവർ ഭയങ്കര ഷൈ ആണ്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടുന്ന് മാറിപ്പോകാറാണ് പതിവ്. ഇതൊരു പെയറാണെന്ന് തോന്നുന്നു. നമുക്ക് മെയിലിനെയും ഫീമെയിലിനെയും തിരിച്ചറിയാൻ കുറച്ച് പ്രയാസമാണ്. ഫീമെയിൽ പൊതുവെ അല്പം വലിപ്പം കൂടുതലാണ് മെയിലിനെ സംബന്ധിച്ച്. പക്ഷെ അപ്പിയറൻസും കളറും ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതുകൊണ്ട് നമുക്ക് മെയിലിനെയും ഫീമെയിലിനെയും അങ്ങനെ പെട്ടെന്നൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. ഈ മലയണ്ണാന്റെ കൂടിനെ ഡ്രേസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഇവയുടെ കൂടിനെ പറ്റി രസകരമായ ഒരു കാര്യം പറയട്ടെ. സാധാരണ ജീവികളൊക്കെ ഒരു കൂട് വെക്കുമ്പം ഇവയ്ക്ക് 4-5 കൂടുകളുണ്ടാവും. ശത്രുക്കൾ കൂട്ടിക്കയറി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്താൻ വേണ്ടി ഇവർക്ക് വെവ്വേറെ കൂടുകളുണ്ടാവും. വിശ്രമിക്കാനും വേറെ കൂടുണ്ടാവും. ഈ വഴി ഇവർക്ക് ശത്രുക്കളെ പറ്റിക്കാൻ സാധിക്കാറുണ്ട്. മരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള വളരെ തിന്നായിട്ടുള്ള ബ്രാഞ്ചസിലൊക്കെയാണ് ഇവർ കൂടുണ്ടാക്കാറ്. ഈ മലയണ്ണാന്റെ ശരീരത്തിന് 1 മീറ്ററോളം നീളം വരുന്നുണ്ട്.
ഇവരുടെ വാലിന് തന്നെ നല്ല നീളമുണ്ട്. മരക്കൊമ്പുകളിലൂടെ ചാടുമ്പോൾ അവയുടെ ബാലൻസ് നിലനിർത്താൻ ഈ വാല് ഇവരെ സഹായിക്കുന്നു. 2 കിലോളം തൂക്കം വരുന്ന ഇവയ്ക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വളരെ ഉച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്കിയാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് എന്തെങ്കിലും ത്രെട്ടൊക്കെ ഇവർക്ക് തോന്നിക്കഴിഞ്ഞാൽ വളരെ ഉച്ചത്തിൽ ഇവർ സൗണ്ട് ഉണ്ടാക്കുന്നത് കേൾക്കാം. ഇവരുള്ള കാട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാം. ഇവരെ കാണുന്നതിന് മുമ്പ് തന്നെ മിക്കവാറും നമ്മൾ കേൾക്കുക ഇവരുടെ സൗണ്ട് ആയിരിക്കും. പകൽ സമയങ്ങളിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു അനിമലാണിത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പകൽ സമയത്തൊക്കെ ഇത് നല്ല ആക്റ്റീവായിരിക്കും. രാത്രി വല്ല കൂട്ടിലോ മരപ്പൊത്തിലോ ഒക്കെയാണ് ഇവർ വിശ്രമിക്കാറുള്ളത്. വളരെ അപൂർവമായിട്ടാണ് ഇവർ നിലത്തിറങ്ങാറ്. ജീവിതത്തിലെ ഭൂരിഭാഗവും മരത്തിൽ തന്നെയാണ് ഇവർ കഴിച്ചു കൂട്ടാറുള്ളത്. പിന്നെ ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് പഴങ്ങളും പൂക്കളും മരത്തൊലിയും വിത്തും ഒക്കെയാണ് ഇവർ പ്രധാനമായി ഭക്ഷിക്കാറ്. വളരെ അപൂർവമായി പക്ഷിക്കൂട്ടിൽ നിന്നും മുട്ട ഇവർ ഭക്ഷിക്കാറുണ്ട്. നമ്മുടെ കാടുകളിൽ കാണപ്പെടുന്ന ഒരു മനോഹരമായ പക്ഷിയാണ് ഹാർട്ട് സ്പോട്ടഡ് വുഡ്പെക്കർ. മലയാളത്തിൽ ഇവയെ ചിത്രരംഗൻ മരംകൊത്തി എന്നാണ് പറയുക. ഈ ഒരു വയലിൽ ഇഷ്ടം പോലെ സ്പോട്ടഡ് ഡിയേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടതും എല്ലാവരും നല്ല അലേർട്ടായി. ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് തന്നെ കുറേ നേരം നോക്കി നിന്നു. പിന്നെ ഇടയ്ക്ക് അലാം കോളും ചെയ്യുന്നുണ്ടായിരുന്നു. മാനുകളുടെ അലാം കോൾ കാട്ടിലെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പോലെയാണ്. മറ്റു മൃഗങ്ങൾ ഇതിനെ വളരെ ഗൗരവത്തോടെയാണ് കാണാറ്. ഒരു പുലിയോ കടുവയോ കണ്ടാൽ ഇവരൊരു പ്രത്യേകതരം സൗണ്ട് ഉണ്ടാക്കും. ആ കോളിന്റെ അർത്ഥം ദേ ഇവിടെ പ്രെഡേറ്റർ നിൽക്കുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ്. ഇവിടെ ഫ്രണ്ടിലുള്ള മാനിനെ ശ്രദ്ധിച്ചാൽ അത് ഇടയ്ക്കിടയ്ക്ക് വളരെ ശക്തിയായിട്ട് അതിൻ്റെ കാലും കൊണ്ട് നിലത്തടിക്കുന്നത് കാണാം. അതിനെ ഫുഡ് സ്റ്റോമ്പിംഗ് എന്നാണ് പറയുക. ഇങ്ങനെ ചെയ്യുമ്പം ബാക്കിയുള്ള മാനും എല്ലാവരും പെട്ടെന്ന് അലേർട്ടാവും. ഇത് ഇവരുടെ ഒരുതരം കോഡ് ലാംഗ്വേജ് ആണ്. ശബ്ദമുണ്ടാക്കുന്നതിൻ്റെ ഒപ്പം പുള്ളിമാന് അതിൻ്റെ വാല് ഉയർത്തിപ്പിടിക്കും. വാലിൻ്റെ അടിഭാഗത്തുള്ള വെള്ള നിറം ബാക്കിയുള്ള മാനുകൾക്ക് വളരെ ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും. അതൊരു വിഷ്വൽ അലാമാണ്. ഒരൊറ്റ മാൻ വാല് പൊക്കിയാൽ നിമിഷ നേരം കൊണ്ട് ആ കൂട്ടം മുഴുവൻ അലേർട്ടാവും. പിന്നീട് അവർ വളരെ വേഗം തന്നെ അവിടെ നിന്ന് അപ്രതീക്ഷയാവും. നമ്മൾ കാടിനോട് ചേർന്ന് ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും കാണാറുള്ളതാണ് മാനുകളുടെ കൂട്ടം, പ്രത്യേകിച്ച് പുള്ളിമാൻ്റെ കൂട്ടം. പുള്ളിമാൻ്റെ സൈറ്റിംഗ് ഒക്കെ വളരെ കോമൺ ആണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം ഒരു സന്തോഷം നൽകുന്ന കാഴ്ചകളാണ്. ഇവരുടെ ബിഹേവിയറിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കിവരെ ഒബ്സർവ് ചെയ്യാനുള്ള താല്പര്യം കൂടും. ആ ഒരു താല്പര്യം വലിയൊരു ക്യൂരിയോസിറ്റി ആയി നമ്മളിൽ നിൽക്കും. ആ ഒരു ക്യൂരിയോസിറ്റിയാണ് ഞങ്ങളെ ട്രെക്ക് ചെയ്യിക്കുമ്പം ശരിക്കും എൻഗേജ് ചെയ്യിക്കാറ്. നമ്മളിപ്പോൾ ഈ നടക്കുന്നതിൻ്റെ താഴ്ഭാഗമൊക്കെ ആ ഒരു വയൽ തന്നെയാട്ടോ. നമ്മുടെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ മാൻകൂട്ടവും നടക്കുന്നുണ്ട്. ഈ ഒരു വയലിൽ നമുക്ക് മിക്ക സമയങ്ങളിലും സ്പോട്ടഡ് ഡിയേഴ്സിനെയും സാമ്പാർ ഡിയേഴ്സിനെയും കാട്ടുപോത്തിനെയൊക്കെ കാണാൻ പറ്റും. പ്രേ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ പ്രെഡേറ്റേഴ്സിനെ കാണാനുള്ള ചാൻസും കൂടുതലാണ്. ഇവിടെ വൈൽഡ് ഡോഗും ടൈഗറും ലെപ്പേർഡും ഒക്കെ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇവിടെ കരടിയുടെ പ്രസൻസും നന്നായിട്ടുണ്ട്.
പുള്ളിമാനികളെല്ലാവരും ഇപ്പോഴും നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് നോക്കി നിൽക്കുന്നത്. കണ്ടില്ലേ അവർ എത്ര അലേർട്ടായിട്ടാണ് നോക്കി നിൽക്കുന്നതെന്ന്. കുറച്ച് കഴിഞ്ഞപ്പം അവർ പെട്ടെന്ന് തന്നെ അപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കാൻ തുടങ്ങി. എല്ലാ മാനും ഒരുമിച്ച് ആ സൈഡിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ഇപ്പം. അവിടെ നിന്ന് എന്തോ ഒരു ത്രെറ്റ് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തന്നെ നോക്കാൻ തുടങ്ങിയത്. കുറച്ചു നേരം ആ സൈഡിലേക്ക് നോക്കി നിന്ന് എല്ലാവരും പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇന്ന് നമ്മൾ വേറെ ഒരു പേരിനെയും കൂടി കാണുന്നുണ്ടെന്ന്. ഈ ഒരു ലൈറ്റില് മലബാർ ജയന്റ് സ്ക്വിറലിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇവരെ വല്ല പരുന്തോ പാമ്പോ ഒക്കെ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവർ ഭയന്ന് ഓടിപ്പോവുകയല്ല ചെയ്യാറ്. പകരം കുറച്ചു നേരം അനങ്ങാതെ ആ മരത്തിനോട് ചേർന്ന് പറ്റിക്കടന്ന് പിന്നീട് അവർ പോയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അവിടെ നിന്ന് അനങ്ങി അവർ ചാടിപ്പോകാറുള്ളത്. പഴക്കമില്ല. ഇപ്പം നമ്മൾ കണ്ട ടൈഗറിന്റെ സ്കാറ്റിന് അത്ര വലിയ പഴക്കമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് വൈൽഡ് ഡോഗിന്റെ സ്കാറ്റും പിന്നെ കരടിയുടെ സ്കാറ്റും നല്ല പോലെ ഉണ്ട്. കരടിയുടെ നല്ല പ്രസൻസ് ഉള്ള ഒരു ഏരിയയാണിത്. ടൈഗറിന്റെ പക്ക് മാർക്കും പിന്നെ വൈൽഡ് ഡോഗ് പോയിൻ്റെ മാർക്കൊക്കെ കാണാനുണ്ട് ഇവിടെ. പക്ഷെ മണ്ണിന് അത്ര നനവില്ലാത്തതുകൊണ്ടേ അത്ര ക്ലിയർ അല്ല. അപ്പുറത്ത് വയലാണെങ്കിൽ എപ്പോഴും തന്നെ മാനുണ്ടാവും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ എന്തായാലും സൈറ്റിങ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാട്ടിലെ മൈനെ പാട്ട് പഠിപ്പിച്ചതാരാന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്തായാലും ഈ കാട്ടിലെ മൈനേൻ്റെ പാട്ടൊന്ന് കേട്ടു നോക്കി. ഈ കാട്ടുമൈനെ ഇംഗ്ലീഷിൽ കോമൺ ഹിൽ മൈന എന്നാണ് പറയുക. പശ്ചിമഘട്ടത്തിലെ നിത്യഹരിത വനങ്ങളിലും ഇലപൊഴിയും കാടുകളിലും ഇവയെ നമുക്ക് ധാരാളമായും കാണാം. ഇവയുടെ ഐഡന്റിഫിക്കേഷൻ ഒരു തരത്തിൽ നോക്കിയാൽ യുണീക്കാണ്. ഇവയുടെ കണ്ണിൻ്റെ താഴെയും തലേൻ്റെ പിൻഭാഗത്തുമായിട്ട് കാണപ്പെടുന്ന മഞ്ഞ നിറത്തിലുള്ള ഒരു മാംസളമായ ഭാഗം ഇവയെ സാധാരണ മൈനയിൽ നിന്നും വ്യത്യസ്തരാക്കുന്നു. അതിശക്തമായ സൗണ്ടിൽ ഇവർക്ക് പാട്ട് പാടാനും വിസിലടിക്കാനുമുള്ള കഴിവുണ്ട്. കാടിൻ്റെ നിശബ്ദതയിൽ ഇവരുടെ ശബ്ദം ഒരുപാട് ദൂരത്തേക്ക് കേൾക്കാൻ സാധിക്കും. പ്രകൃതിയിലെ മറ്റ് ശബ്ദങ്ങളും ഈവൻ മനുഷ്യൻ്റെ സംസാരം വരെ ഇവർക്ക് മിമിക് ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മൾ കാട്ടിലൂടെ നടക്കുമ്പോൾ കാണുന്ന മൃഗങ്ങളുടെ കാഷ്ടം അത് വെറും മാലിന്യമല്ല, അത് കാടിൻ്റെ ഡയറിക്കുറിപ്പുകളാണ്. അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ മൃഗം എന്ത് കഴിച്ചുവെന്നും അത് ഈ വഴിയിലൂടെ പോയിട്ട് ഏകദേശം എത്ര നേരമായെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുലിയുടെയും കടുവയുടെയും രോമങ്ങൾ നിറഞ്ഞ സ്കാറ്റുകൾ മുതൽ ആനപ്പിണ്ടം വരെ കാടിൻ്റെ ജൈവ വൈവിധ്യത്തെക്കുറിച്ചാണ് നമുക്ക് അറിവ് നൽകുന്നത്. കാട്ടിലൂടെ നടക്കുമ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാടിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ട്രക്ക് ഏകദേശം കഴിയാറായിട്ടോ. ഞങ്ങൾ റോഡിലേക്ക് എത്തി. ഈ റോഡ് ആനപ്പാടിയിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് വരുന്ന റോഡാണ്. ഈ ഒരു വയൽ നിങ്ങൾ മിക്കപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് മിക്കവാറും എന്തെങ്കിലുമൊക്കെ ആനിമൽസിൻ്റെ സൈറ്റിംഗ് കിട്ടാറുണ്ട്. ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് സാമ്പാഡിയറിൻ്റെയും സ്പോട്ടഡ് ഡിയറിൻ്റെ ഒക്കെ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോഴും സ്പോട്ടഡ് ഡിയേഴ്സിനെ കണ്ടത് ഈ ഒരു വയലിൽ തന്നെയാണ്, പക്ഷെ അത് അപ്പുറ സൈഡാന്ന് മാത്രം. നമ്മളങ്ങനെ ട്രക്കൊക്കെ കഴിഞ്ഞ് പറമ്പിക്കുളം എത്താറായി. ഇത്ര നേരം നമ്മൾ ട്രക്ക് ചെയ്യുന്നത് കൊണ്ട് വിശപ്പൊന്നും അങ്ങനെ കാര്യമായിട്ട് അറിഞ്ഞില്ല. ഇപ്പം ട്രക്ക് കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പം നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു ചെറിയ ട്രക്കിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.